വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ സാറാണ്. സാർ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ? നമുക്കറിയാം 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിനകത്ത് ഡൈവേഴ്സിറ്റി ഓഫ് വേൾഡ് അല്ലെങ്കിൽ വൈവിധ്യങ്ങളുടെ ലോകം എന്ന് പറയുന്ന ഏറ്റവും നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പാഠഭാഗമുണ്ട്. അതിനകത്ത് വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രധാനമായിട്ടുള്ള ഹോട്ട് ഡെസേർട്ടുകൾ, ഉഷ്ണ മരുഭൂമികളെ കുറിച്ചും അത് നിലനിൽക്കുന്ന കോണ്ടിനെന്റ്സ് അല്ലെങ്കിൽ വൻകരകളെ കുറിച്ചും ചോദിക്കാറുണ്ട്. അപ്പൊ മക്കൾ നിർബന്ധമായും ഈ വീഡിയോ കണ്ടിരിക്കണം. എക്സാമിന് നിർബന്ധമായും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്ക്, സഹാറയാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ? സഹാറ അതിന്റെ കോണ്ടിനെന്റ് അവിടെ തന്നിട്ടുണ്ട്, ആഫ്രിക്കയാണ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അതിന്റെ വൻകര ആഫ്രിക്കയാണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നോക്കണം, കൽഹാരിയാണ്. കൽഹാരിയും അതിന്റെ ആൻസർ എന്ത് തന്നെയാണ് മക്കളെ? ആഫ്രിക്ക തന്നെയാണ് കൽഹാരിയുടെയും പ്രധാനമായിട്ടുള്ള സ്ഥിതി ചെയ്യുന്നത് കേട്ടോ, അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് അറേബ്യൻ ഡെസേർട്ട് ആണ്. അറേബ്യൻ ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മക്കളെ? ഏഷ്യയിലാണ്, ഏഷ്യൻ വൻകരയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ താർ ഡെസേർട്ട് ആണ്. താർ ഡെസേർട്ടും നിങ്ങൾക്കറിയാം എവിടെ തന്നെയാണ് മക്കളെ? ഏഷ്യയിൽ തന്നെയാണ് താർ ഡെസേർട്ടും എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ട് ആണ്. സ്വാഭാവികമായിട്ട് ആ പേരിൽ തന്നെ ഉണ്ട് വൻകരയുടെ പേര്. എന്താ ഇത്? ഏതാണ് മക്കളെ? ഓസ്ട്രേലിയ ആണ് അല്ലെ? ഓസ്ട്രേലിയൻ വൻകരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ കാണാം അറ്റകാമയാണ്. അറ്റകാമ സ്ഥിതി ചെയ്യുന്നത് മക്കളെ എവിടെയാണ്? സൗത്ത് അമേരിക്കയിലാണ് അല്ലെ? സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ നമ്മൾ അതിനെ വേറൊരു പേര് നമ്മൾ പറയുന്നത് വടക്കേ അമേരിക്ക എന്ന് പറയും അല്ലെ? സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ വടക്കേ അമേരിക്ക എന്ന് എന്ത് ചെയ്യും നമ്മൾ പറയും. പിന്നെ അടുത്ത നോക്ക്, മൊഹാവയാണ് അല്ലെ? മൊഹാവെ എവിടെയാണ്? നോർത്ത് അമേരിക്ക ആണ് കേട്ടോ. അവിടെയാണ് നോർത്ത് അമേരിക്ക ആണ്. നോർത്ത് അമേരിക്ക അല്ലെങ്കിൽ വടക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മക്കള് നിർബന്ധമായി ഇത് പഠിച്ചിരിക്കണം. നമ്മളിപ്പോ പറഞ്ഞത് ഹോട്ട് ഡെസേർട്ട് ആണ്, ഉഷ്ണ മരുഭൂമികളാണ്. അതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള വൻകരകൾ അല്ലെങ്കിൽ കോണ്ടിനെന്റ്സ് നമ്മൾ എന്ത് ചെയ്തു? കൃത്യമായി പറഞ്ഞു. ഇത് നിർബന്ധമായി പഠിച്ചിരിക്കണം. എക്സാമിന് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ മക്കള് എല്ലാ ആൾക്കാരും ഉഷാറായിട്ട് എക്സാം എഴുതുക. ഓക്കെ, ബൈ.